മോത്തി, നമ്മൾ നിലവിൽ CMS LP സ്കൂളിലാണുള്ളത്. ഇവിടെ ഈ ക്യാമ്പ് നടക്കുകയാണ്. എപ്പോഴും ഈ ഒരു പ്രതിസന്ധി വന്നാൽ ആളുകൾ ഇവിടേക്കാണ് എത്തുക. ഇപ്പോൾ എന്തായാലും ഇത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ MLA ഇവിടെ എത്തിയിട്ടുണ്ട്, തിരുവല്ല MLA വർഗീസ് മാമൻ. എങ്ങനെയുണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ? ഈ ഏകോപനത്തിലൊക്കെ ആളുകൾ സംതൃപ്തരാണോ? തീർച്ചയായിട്ടും നമുക്ക് ഗവൺമെൻറ് ചെയ്യാനൊക്കുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് നമുക്കറിയാം. പൂർണ്ണമായും അവർക്ക് ഭക്ഷണം, അത്യാവശ്യ സാധനങ്ങളും ക്യാമ്പ് സെൻറ്റർ ഒരുക്കിയിട്ടുണ്ട്. മറ്റ് സന്നദ്ധ സംഘടനകളെല്ലാം ഞങ്ങളോടൊപ്പം ഉണ്ട്. അതുകൊണ്ട് അവർക്ക് ആവശ്യമായ പരങ്കര സ്ത്രീകളടക്കം, ഇപ്പോൾ എൻ്റെ വാർഡാണ് തിരുവല്ല മുനിസിപ്പാലിറ്റി, 23, 24 വാർഡുകൾ. അവിടുന്ന് പെട്ടെന്ന് വെള്ളം കയറിയവർ രാത്രി തന്നെ ഓടി വരികയായിരുന്നു. സ്ത്രീകൾക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ വേണം, പുരുഷന്മാർക്ക് വേണം. അവർ പായും ഷീറ്റും ഒന്നും ഇല്ലാതെ വന്നു. അതിനുള്ള ക്രമീകരണം നമ്മൾ ചെയ്യുകയാണ്. തിരുവല്ലയിലെ എല്ലാ സന്നദ്ധ സംഘടനകളും ഇതുമായിട്ട് സഹകരിക്കുന്നുണ്ട്. ഏതാണ്ട് 7000-ഓളം ആളുകൾ വരിക. ഈ നിമിഷവും ക്യാമ്പുകളിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. താഴ്ന്ന പ്രദേശം ക്യാമ്പുകളിൽ പോലും വെള്ളം കയറുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പം തിരുവല്ലയിലുള്ളത്. എപ്പോഴും നമ്മൾ കാണുന്നതാണ്. റാന്നിയിലും കോഴഞ്ചേരിയിലും വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ വെള്ളത്തിൻ്റെ വരവ് തിരുവല്ലയിലെ ക്യാമ്പുകളിലോട്ടാണ് വരുന്നത്. അതുകൊണ്ട് അടിയന്തരമായി കൂടുതൽ സഹായം വേണം. ഇവിടെ രോഗികൾ എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്തവർ ഉൾപ്പെടെയുള്ളവരാണ് ഈ ക്യാമ്പിലുള്ളവർക്ക്. മെഡിക്കൽ ടീം എന്നിവിടെ പ്രവർത്തിക്കുന്നുണ്ട്. എങ്കിലും കൂടുതൽ സഹായം വേണ്ട അവസ്ഥയിലാണ് തിരുവല്ല ഇപ്പോൾ നിൽക്കുന്നത്. വെള്ളപ്പൊക്കം അതിരൂക്ഷമായി വെള്ളം ഇന്ന് രാവിലെ ഇവിടെ മഴ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ പറയുമ്പോഴും ഇവിടെ മഴ പെയ്യുകയാണ്. അതുകൊണ്ട് ഇന്നലെ ബഹുമാനപ്പെട്ട ജില്ലയുടെ ചാർജുള്ള മന്ത്രിയും രാത്രി മുഖ്യമന്ത്രിയും നേരിട്ട് വിളിച്ചിരുന്നു. അവരുടെ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ചെയ്യാവുന്ന സഹായങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ആളുകളുടെ ബുദ്ധിമുട്ടാണ് അതിഭയങ്കരമായിട്ടുള്ള വീടുകളിൽ തന്നെ. ചേച്ചി എന്തോ ആവശ്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു? ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു. നമ്മൾ MLA സാറിനെ വിളിച്ചപ്പോൾ മേഡം എടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇവിടെ വളരെ ബുദ്ധിമുട്ടിലാണ് എല്ലാവരും. രാത്രി 2 മണിക്കൊക്കെ എല്ലാവരും കയറി വന്ന് അവരുടെ സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു, വീടുകളെല്ലാം മുങ്ങി. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ 65 കുടുംബാംഗങ്ങൾ ഇവിടെയുണ്ട്. പിന്നെ ഞങ്ങൾക്ക് വില്ലേജിൽ നിന്ന് സാധനങ്ങളെല്ലാം, പിന്നെ MLA സാർ നേരത്തെ വന്നു, കാര്യങ്ങളെല്ലാം പറഞ്ഞു, എല്ലാം വേണ്ട സഹായം ചെയ്തു തരാമെന്ന് പറഞ്ഞു. പിന്നെ പ്രായമുള്ളവരുണ്ട്, വയ്യാത്തവരുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് ആൾ വന്നു. കാമ്പം നമ്മുടെ അർബൻ ബാങ്കിൽ നിന്ന് ഉള്ള ഹോസ്പിറ്റലിൽ നിന്നുള്ള ആൾക്കാർ ആവശ്യങ്ങളൊക്കെ അറിയിച്ചില്ലേ? ആവശ്യങ്ങളെല്ലാം അറിയിച്ചു. പിന്നെ പ്രായമുള്ളവർ ഒത്തിരി പേരുണ്ട്, വയ്യാത്തവരുണ്ട്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ആവശ്യങ്ങളുമാണ്. അവർക്ക് ഉടുതുണിയില്ല, എല്ലാം ഇട്ട തുണിയോടെ കയറി വരുമായിരുന്നു. പാത്രമില്ല, കഴിക്കാൻ എല്ലാം ഇട്ടെറിഞ്ഞിട്ട് ഓടുന്ന ആൾക്കാർ. അപ്പോൾ നമ്മുടെ MLA സാറെല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞു. എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് വേണ്ടോളം ആവുന്നിടത്തോളം എല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു വലിയ പ്രതിസന്ധിയാണ്. ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ വലിയ ആശങ്കയാണല്ലേ നമുക്ക് ഈ പ്രദേശത്തേക്ക്? അത് പ്രശ്നം. ഇതൊരു താഴ്ച സ്ഥലങ്ങളിലെ ഇവർ താമസിക്കുന്നത്. ആ ടൗണിനോട് വളരെ ചേർന്ന, ടൗണിൻ്റെ തൊട്ടടുത്തായി സ്ഥലങ്ങളല്ല. പെട്ടെന്ന് വെള്ളം കയറുമ്പോൾ തന്നെ അവരുടെ വീടുകളിലേക്ക് വെള്ളം കയറുക. അവിടുന്ന് മാറുകയല്ലാതെ ഇവർക്ക് മറ്റു യാതൊരു നിവൃത്തി വരുന്നത്. ഏത് വെള്ളപ്പൊക്കം വന്നാലും ആദ്യം വരുന്നൊരു ക്യാമ്പാണ് ഈ CMS ഹൈസ്കൂൾ ക്യാമ്പ്. ഇപ്പം തന്നെ ഇവിടെ ഇപ്പോൾ 75 പേരേ ഉള്ളൂ. ഈ ക്യാമ്പ് ഡിവൈഡ് ചെയ്താണ് വലിയൊരു ക്യാമ്പ്. ഇപ്പം സെൻറ് തോമസ് സ്കൂളിൽ 200-205 പേര്, SNVA സ്കൂളിൽ 200 പേര്. ഇപ്പം ഇന്നലെ 350 പേരുള്ള ദേവസ്വം ബോർഡ് DBHS സ്കൂളിൻ്റെ ക്യാമ്പ് ഞങ്ങൾ ഡിവൈഡ് ചെയ്ത് രാത്രിയിൽ ഒരു ക്യാമ്പ് ഡയറ്റിലേക്ക് മാറ്റി. കാരണം 350 പേരെ ഒന്നൊരു ക്യാമ്പിൽ നമുക്ക് വഹിക്കാനൊക്കത്തില്ല. ഗവൺമെൻറ് മിഷണറി പരമാവധി ഫലപ്രദമായി നിയോഗിക്കുന്നുണ്ട്. നമ്മളതിൻ്റെ 24 മണിക്കൂർ ഞങ്ങളൊക്കെ തന്നെ കൺട്രോൾ റൂമായിട്ട് പ്രവർത്തിക്കുകയാണ്. ഇവർക്ക് പോരാത്ത സാധനങ്ങളൊക്കെ ഇതിപ്പം ഗവൺമെൻറ് കൊടുക്കാൻ പറ്റുന്നതല്ല, തുണിയും കാര്യങ്ങളൊക്കെ. ഇപ്പം സന്നദ്ധ സംഘടനകളുടെ സഹകരണത്തോടുകൂടി ഇന്ന് എങ്ങനെയും രാവിലെ തന്നെ ഇവർക്ക് എത്തിക്കാറുണ്ട്. മുന്നുള്ള പ്രതിസന്ധി ആളുകളെല്ലാം ഇത് പലരും വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്, വെള്ളം കയറില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ എങ്ങനെയാണ് നമ്മളിവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്? അത് ഏറ്റവും വലിയ പ്രയാസമായിട്ട് മാറിയിരിക്കുക. രാത്രി നമ്മൾ പകൽ അവരോട് പറയുന്നതാണ് വെള്ളം കയറാൻ സാധ്യതയുണ്ട്, അവർ ക്യാമ്പിലേക്ക് മാറത്തില്ല. രാത്രി വളരെ വൈകിയും ഫയർഫോഴ്സിൻ്റെ സഹോദരോടെയും അവരെ ഞങ്ങൾ ക്യാമ്പുകളിലേക്ക് മാറ്റേണ്ട സ്ഥിതി വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ചാത്തൻകരിയിൽ നിന്ന് ക്യാമ്പിൽ വെള്ളം കയറുന്നുള്ള വിവരമാണ് വന്നിരിക്കുന്നത്. ക്യാമ്പുകളിൽ പോലും ആൾക്ക് വയ്യാത്ത സ്ഥിതിയാണ്. ഈ ക്യാമ്പിൽ നമുക്ക് റീച്ച് ചെയ്യണമെങ്കിൽ ടൂറിസ്റ്റ് വാഹനത്തെ മാത്രമേ പോകാനൊക്കത്തുള്ളൂ. തിരുവല്ലയുടെ പടിഞ്ഞാറൻ പ്രദേശത്ത് അങ്ങനെ വലിയൊരു ദുരിത മുഖത്താണ് ഇവിടെ ഞങ്ങൾ ജനപ്രതിനിധികൾ എല്ലാവരും നിൽക്കുന്നത്. ചേട്ടനെ പോലുള്ള അസുഖം ബാധിച്ച ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ സുഖമില്ലാതെ നിൽക്കുന്ന ആളുകളാണ്. ഗോപിയൊക്കെ വെള്ളത്തോട് വളരെ താഴ്ന്ന സ്ഥലത്ത് താമസിക്കുന്ന ആളാണ്. ഇവിടെ ഒരു ഫിഷ് മാർക്കറ്റുണ്ട്, അതുമായി ബന്ധപ്പെട്ട ജോലികളിലാണ് ഇവരൊക്കെ ചെയ്തുകൊണ്ട് ഇപ്പോൾ ജോലി ചെയ്യാൻ വയ്യാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇവരുടെ ഒരു ജീവിതം വളരെ ദുരിതപൂർണമായ ജീവിതമാണ്. എന്തെങ്കിലും ഈ കേവലം ക്യാമ്പ് നടത്തുക മാത്രമല്ല, ഇത് കഴിഞ്ഞ് ഇവരുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഗവൺമെൻറ് സഹായം വേണം. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ആവശ്യപ്പെട്ടത്. ഇതൊരു പ്രളയബാധിത പ്രദേശമായി പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ സഹായിക്കണം. സംസ്ഥാന സർക്കാരിൻ്റെ പരിമിതികൾ ഉണ്ടെന്ന് നമുക്കറിയാം. അവർ പരമാവധി ചെയ്യുന്നതുകൊണ്ടാണ് ഇത് ക്യാമ്പുകൾ നടക്കുന്നത്. അടിയന്തരമായ കേന്ദ്ര സഹായം അപ്പർ കുട്ടനാട്ടിലും കുട്ടനാടൻ പ്രദേശങ്ങളിലും വെള്ളം കയറുന്ന പ്രദേശങ്ങളിലും ഉണ്ടെങ്കിൽ മാത്രമേ ഇവരുടെ പുനരധിവാസം, ഇവരുടെ വീട് തിരുവനന്തപുരത്ത് വെള്ളപ്പൊക്കം കഴിഞ്ഞവർക്ക് വീട്ടിലേക്ക് ചെല്ലാനൊക്കത്തില്ല. വീട് മുഴുവൻ വെള്ളം കയറി ചള്ളയുമായിട്ട് കിടക്കുകയാണ്. ഇത് വളരെ ദുരിതമായ ഒരു ജീവിതത്തിലാണ്. അവരെ ചേർത്ത് നിർത്തേണ്ട ഉത്തരവാദിത്വം നമ്മുടെ നാടിനുണ്ട്, ഗവൺമെൻറ്റിനുണ്ട്. ഞങ്ങളെല്ലാം അതിനുവേണ്ടിയുള്ള ഒപ്പം ജനങ്ങളോടൊപ്പം നിൽക്കുകയാണ്. MLA കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇന്നലെ എപ്പോഴാണ് ഇവിടെ എത്തിയേ? രാവിലെ എത്തി. വീടൊക്കെ വെള്ളത്തിലായോ? മഴ പെയ്ത് മുങ്ങിപ്പോയി. ആരൊക്കെ വന്നു? അപ്പം എല്ലാവരും ഉണ്ട്. പിള്ളേരും
ഭാര്യ കൊച്ചുമക്കളും എല്ലാവരും ഉണ്ട്. ഇന്നലെ ആരുടെ കൂടെ വന്നേ? പിള്ളേരുടെ കൂടെ. വെള്ളം കയറിയപ്പോഴേ അവർക്ക് പോകും. ആദ്യം വന്നു. മിനിഞ്ഞാന്ന് വന്നവര്. ഈ മഴയൊക്കെ പെയ്യുമ്പോ ഒരു പേടിയാണല്ലോ ഇവിടെ. പിന്നെ വീടും എല്ലാം മുങ്ങിയാണ്, മുങ്ങിപ്പോയി. സാധനങ്ങളെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പുകൾക്ക് വേണ്ടി നമ്മുടെ സ്കൂളുകളിൽ നമ്മൾ പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യങ്ങളാണ്. അവരെല്ലാം അവരുടെ സൗകര്യങ്ങൾ നമുക്ക് തുറന്നു തരുന്നുണ്ട്. നമുക്ക് 2018 ഒരു വലിയ അനുഭവം ഉള്ളതുകൊണ്ട് തിരുവല്ലയിലെ എല്ലാ സ്കൂളുകളും അവരുടെ മാനേജ്മെന്റ് ഞങ്ങൾ സമരം. ഇപ്പം ഈ CMS സ്കൂളിന്റെ ബ്ലോക്ക് തന്നെ വർഷങ്ങളായി, ഇന്നല്ല ഇല്ലേ, ഒരു 10-25 വർഷക്കാലമായി ക്യാമ്പുകൾ വരുമ്പോൾ തുറന്നു തരിക, ക്യാമ്പിന് വേണ്ടി തരുന്നുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് സ്കൂൾ മാനേജ്മെന്റുകളോട്, സർക്കാർ സ്കൂളുകളുടെ PTA കമ്മിറ്റിയോടൊക്കെ വലിയ കടപ്പാടുണ്ട്. എനിക്ക് തിരുവല്ലയിലെ സന്നദ്ധ സംഘടനകളോട് പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത് ഈ ക്യാമ്പുകളിൽ ആളുകളെ നമ്മളൊപ്പം നിർത്താൻ വേണ്ടിയുള്ള വലിയ സഹായം ജനങ്ങളുടെ ഈ കാര്യത്തിൽ വേണം, ഇവരുടെ പുനരധിവാസത്തിന് വേണം. ഇപ്പം തന്നെ ഈ ക്യാമ്പുകൾക്ക് ദൈനംദിന കാര്യങ്ങൾക്ക് പോലും ഇവരുടെ വസ്ത്രങ്ങളില്ലാതെ ഓടി വരിക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. മറ്റാവുന്ന മറ്റെല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി ജില്ല സന്ദർശിക്കുന്നുണ്ട്, തിരുവല്ലയിൽ എത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ മെമ്പർമാരും ടീച്ചേഴ്സും ഇവിടുത്തെ ടീച്ചേഴ്സുമാരും എല്ലാം ഞങ്ങളോട് സഹകരിച്ച് നല്ല രീതിയിൽ പോകും. എല്ലാ മനുഷ്യരും സുരക്ഷിതരായി ക്യാമ്പുകളിൽ തുടരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം, സജ്ജീകരണം എല്ലാം ഒരുക്കി കൊടുക്കാൻ സർക്കാർ മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും, ജനപ്രതിനിധികൾ ഉണ്ടാകും എന്ന്, സുമനസ്സുകൾ ഉണ്ടാകുമെന്ന് ആഗ്രഹിക്കുന്നു.